പ്രിയപ്പെട്ട അധ്യാപിക സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഞാനും ഒരു അധ്യാപകനാണ്. പക്ഷേ എൻ്റെ സർവീസ് ജീവിതത്തിൽ ഇത്ര മനോഹരമായ, നാം എല്ലാവരും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുക എന്നുള്ളത് മനസ്സിന്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ കിട്ടിയിട്ടുള്ള ഒരു ധന്യ മുഹൂർത്തമായി ഞാൻ ഈ ചടങ്ങിനെ കാണുകയാണ്. നമ്മുടെ സമൂഹം ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിലൂടെ തങ്ങളുടെ കുട്ടികളെ ഒന്നാമതെത്തിക്കാൻ വേണ്ടി രക്ഷിതാക്കളും അധ്യാപകരും വിവിധങ്ങളായ സ്ഥാപനങ്ങളും മത്സരിച്ചോടുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസം മാത്രമല്ല, ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ള ഈ ഉദിച്ചു നിൽക്കുന്ന ഈ നക്ഷത്രങ്ങൾ നാളെയുടെ നമ്മുടെ സമൂഹത്തിന് വഴികാട്ടികളായി ഉയർന്നു വരും. അവർക്ക് അല്ലാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നുകൂടെ സാന്ദർഭികമായി അവസരത്തിൽ പ്രാർത്ഥിക്കാൻ കൂടി അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ ആർജിക്കേണ്ട ഒരുപാട് വശങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ രക്ഷിതാക്കൾക്കുള്ള പങ്കും നമ്മുടെ അധ്യാപകർക്കുള്ള പങ്കുമൊക്കെ നേരത്തെ സ്വാഗത പ്രസംഗികൻ ജംഷീർ സാഹിബ് ഒരു കഥയിലൂടെ നമ്മളോട് പറയുകയുണ്ടായി. നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നതാണ് അവർ പഠിക്കുന്നതെന്നുള്ള ധാരണയാണ് നമുക്ക്. നമ്മൾ പറയുന്നതല്ല, അവർ കണ്ടറിയുന്നതാണ്, കാണുന്നതാണ് അവർ പഠിക്കുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയുന്ന കാര്യങ്ങളിലെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും അതിനെത്രത്തോളം സത്യസന്ധതയുണ്ട് എന്ന് വിലയിരുത്താൻ കഴിയുന്ന കുരുന്നു മനസ്സുകളാണ് അവരും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയും നമ്മുടെ അടുത്തുള്ള വീട്ടിലോ, അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളുള്ള വീട്ടിലോ, നമ്മുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിലോ ഒക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയരുതെന്ന് പറഞ്ഞാലും അവർ പോയി പറയാറുണ്ട്. അവിടുത്തെ ആ കാര്യങ്ങൾ പറയുമ്പോൾ ആ നിഷ്കളങ്കമായ മനസ്സിൽ നമ്മുടെ സ്വാർത്ഥത കൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ അവർ പോലും ശുദ്ധമായി പറയുമ്പോൾ അവിടെ ഒരു മെസ്സേജ് നഷ്ടപ്പെടുകയാണ്. നമ്മളെ വീട്ടിൽ മാത്രം നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ മാത്രം കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് മറ്റുള്ളവർ അറിയരുതെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അത് ശുദ്ധമായി അവരോട് പറയാതിരിക്കുകയും ചെയ്യുന്ന ആ സന്ദർഭം, അല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് പറയുമ്പോൾ ഉണ്ടാകുന്ന അതിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പോലും അവരുടെ മനസ്സിൽ ആഴത്തിൽ തറക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പിഞ്ചു കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു കോഴിമുട്ട പൊരിച്ചത് നമ്മൾ കൊടുക്കല്ലേ, കോഴിമുട്ട കൊടുത്തയക്കുകയാണെങ്കിൽ അത് നമ്മൾ ഭക്ഷണത്തിനുള്ളിൽ വെച്ച് നീ തന്നെ കഴിക്കണത്തോ എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ സമ്മർദ്ദം ചെലുത്താറുണ്ട്. പക്ഷേ അവിടെ 2 മുട്ട നമ്മൾ കൊടുത്ത്, ഒരു മുട്ട നീ എടുക്കണമെന്നും ഒരു മുട്ട തൊട്ടടുത്ത തൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കണമെന്നും നമ്മൾ പറയുമ്പോൾ നാളുകളിൽ നമ്മൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് നമ്മൾ ഒരുപാട് പണങ്ങൾ മുടക്കി അവരെ സ്വഭാവ രൂപീകരണം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ കുഞ്ഞു പ്രായത്തിൽ അവരുടെ മനസ്സിൽ എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം തൻ്റെ കൂട്ടുകാർക്ക് കൂടി കൊടുക്കേണ്ടതാണ് എന്നുള്ളൊരു സന്ദേശം അവർ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. ആ രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ വളർന്നു വരാനുള്ള അവസരമുണ്ടാക്കണം. നമ്മുടേതായ അധ്യാപകർക്കും അതുപോലെ രക്ഷിതാക്കൾക്കും കുട്ടികളുടെ വളർച്ചയിൽ വലിയ പങ്കുണ്ട് എന്നുള്ള ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സൂചിപ്പിച്ച കഥയിൽ പറഞ്ഞതുപോലെ അതൊക്കെ സുതാര്യമായി, അല്ലെങ്കിൽ അതൊന്നും വിഷയമല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് ആ കുട്ടിയും മനസ്സിലാക്കുന്നതെങ്കിൽ
അവൻ്റെ ജീവിതത്തിലും അത് സ്വാധീനം ചെലുത്തുമെന്നുള്ള ഒരു ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. നിഷ്കളങ്കമായ മനസ്സുകളിൽ ആഴത്തിൽ പതിയുന്ന കാര്യം. ഒരുപക്ഷേ നാളുകളിൽ നമുക്കറിയാം ഈ ചടങ്ങിൻ്റെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊന്നും ജീവിതത്തിൽ കിട്ടാത്തൊരവസരമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള കാര്യങ്ങൾ വരെ പരിപൂർണമായി മനഃപ്പാടമാക്കുക, ഇത്തരത്തിലുള്ള ആഴത്തിലൂടെ പഠനം, അതോടൊപ്പം സഹജീവികളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, അതോടൊപ്പം അവർ സത്യസന്ധരായി വളരാനുള്ള അവസരമൊരുക്കുക. ഈ രീതിയിൽ ചിട്ടയായ ഒരു പഠന സംവിധാനത്തിന് രക്ഷിതാക്കളായ നമ്മളും അതിന് ചേർന്ന് നിൽക്കുന്ന അധ്യാപകരും അതിന് ചേർക്കുന്ന വിദ്യാലയ അന്തരീക്ഷവും ഉണ്ടാകുക എന്നുള്ളത് നാളെ ഒരു നല്ല സുസ്ഥിരമായ നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതാണ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പഠിച്ചു വരുന്ന കുട്ടികളിൽ അവർ നാളെയുടെ പൗരന്മാരാകുമ്പോൾ അവർ എത്ര വലിയ ജോലിയിൽ ഏർപ്പെട്ടാലും തൻ്റെ സഹജീവികളെ സ്നേഹിക്കാൻ അവരുടെ പഠന കാലഘട്ടത്തിൽ തന്നെ പാഠ്യേതര വിഷയങ്ങളിലൂടെ അവർ പഠിക്കണം. ആ പഠിക്കാനുള്ള അവസരമൊരുക്കാൻ ഈ വിദ്യാലയത്തിന് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കൃത്യമായ ചടങ്ങുകൾ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചടങ്ങുകളാണ് ഇതിൻ്റെ സംഘാടകർ ഇവിടെ രൂപപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. 8 വർഷക്കാലം കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരുപാട് സന്ദേശങ്ങൾ, ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും കോർത്തിണക്കിക്കൊണ്ട് നാളുകളുടെ തലമുറയെ നേർവഴിയിലേക്ക് നയിക്കാൻ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരു ഭാഗത്ത് വൻതോതിൽ വളരുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അപകടങ്ങളും നമ്മൾ തിരിച്ചറിയുകയും അത് വിവേചനത്തോടെ കുട്ടികൾ മനസ്സിലാക്കുവാനും തിരിച്ചറിയാനുമുള്ള അവസരം ഒരുക്കുകയും ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങിനും ഈ സായാഹ്നത്തിൽ ഈ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഖുർആൻ പാരായണമുള്ള അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകുന്ന ഈ ചടങ്ങിനും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.